Next question number 6. This is vectors എന്നുള്ളൊരു question ആണ്. Let the position vectors of 3 vertices of a triangle be 4p plus q minus 3r minus 5p plus q plus 2r and 2p minus q plus 2r. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസിൻ്റെയും പൊസിഷൻ വെക്ടർ തന്നു. ഇനി പറയുന്നത് if position vectors of the orthocenter and circumcenter of the triangle are p plus q plus r by 4 and alpha p plus beta q plus gamma r respectively, then alpha plus 2 beta plus 5 gamma is equal to. അപ്പോൾ ഇത് ട്രയാങ്കിളിലെ വെക്ടറിലെ ട്രയാങ്കിൾസിനെ പറ്റി പറയുന്ന പോർഷനിലെ ഒരു ട്രയാങ്കിളിൻ്റെ സർക്കം സെൻറ്ററും ഓർത്തോ സെൻറ്ററും സെൻട്രോയിഡും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഇത് 2Dയിലും 3Dയിലും ഒക്കെ വരുന്നതാണ്. ഈ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിലേഷൻ ഇതാണ്: ഏതൊരു ട്രയാങ്കിളിലാണെന്നുണ്ടെങ്കിലും ഓർത്തോ സെൻറ്റർ, സെൻട്രോയിഡ്, സർക്കം സെൻറ്റർ, ഏതൊരു ട്രയാങ്കിളിലാണെന്നുണ്ടെങ്കിലും ഓർത്തോ സെൻറ്റർ, സെൻട്രോയിഡ്, സർക്കം സെൻറ്റർ ഇതൊരു ലൈനിലായിരിക്കും. ഏതൊരു ട്രയാങ്കിൾ എടുത്താലും ഈ 3 പോയിൻറ്റ്സും ഈ 3 സെൻറ്റേഴ്സും ഒരു ലൈനിലായിരിക്കും. ആ ലൈനിനെ സെൻട്രോയിഡ് 2:1 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യും. ആ ലൈനിനെ സെൻട്രോയിഡ് ഇൻറ്റേർണലി 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇത് 2Dയിലും 3Dയിലും ഉണ്ട്. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. HGS 2:1 റേഷ്യോയിൽ കട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു വെക്ടറിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ HGS 2:1. ഇപ്പോൾ ഓർത്തോ സെൻറ്ററിൻ്റെ പൊസിഷൻ വെക്ടറിനെ ഞാൻ H എന്നെടുത്തു. ഇത് G, ഇത് S. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ഫോർമുല പ്രകാരം നമുക്ക് എഴുതാൻ പറ്റും 2S plus H/3 is equal to G. 2S plus H/3 equal to G ആണ്. അപ്പോൾ 2S plus H is equal to 3G. S നമുക്ക് S ആണ് കാണേണ്ടത്. S equal to 3G minus H/2. S is equal to 3G minus H/2. അപ്പോൾ ഇനി നമുക്കിവിടെ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S എന്ന് പറഞ്ഞാൽ ആൽഫ പി. എസ് ആൽഫ പി പ്ലസ് ബീറ്റ ക്യൂ പ്ലസ് ഗാമ ആർ ആണ്. ആൽഫ പി പ്ലസ് ബീറ്റ ക്യൂ പ്ലസ് ഗാമ ആർ ആണ്. ഇനി 3G മൈനസ് എച്ച്. 3G മൈനസ് എച്ച്. അപ്പോൾ അതിന് മുന്നേ ആദ്യം G കാണണം. G ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ വെക്ടർ കാണാൻ അതിൻ്റെ വെർട്ടിസസിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ബൈ 3 ചെയ്താൽ മതി. വെർട്ടിസസിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് എല്ലാം ആഡ് ചെയ്ത് ബൈ 3 ചെയ്താൽ മതി. ഇവിടെ വെർട്ടിസസിൻ്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് 4p plus q minus 3r, 4p plus q minus 3r plus അടുത്തത് minus 5p plus q plus 2r മൂന്നാമത്തെ പൊസിഷൻ വെക്ടർ 2p മൈനസ് q പ്ലസ് 2r. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം ബൈ 3. അതാണ് ജീൻ്റെ പൊസിഷൻ വെക്ടർ. അപ്പോൾ പീൻ്റെ കമ്പോണൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മൈനസ് 5 1. അപ്പോൾ പി. ക്യൂവിൻ്റെ കമ്പോണൻസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും 1 ഉള്ളൂ, ആർ. 4 മൈനസ് 3 ആർ. പി പ്ലസ് ക്യൂ പ്ലസ് ആർ ബൈ 3. ജി എന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ പ്ലസ് ആർ ബൈ 3 എന്ന് കിട്ടും. അതാണ് ജി. ഇപ്പോൾ നമുക്ക് വേണ്ടത് 3G മൈനസ് എച്ച് ആണ്. അപ്പോൾ 3G ഈക്വൽ ടു പി പ്ലസ് ക്യൂ പ്ലസ് ആർ. 3G ഈക്വൽ ടു പി പ്ലസ് ക്യൂ പ്ലസ് ആർ മൈനസ് എച്ച്. എച്ചിൻ്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് പി പ്ലസ് ക്യൂ പ്ലസ് ആർ ബൈ 4. പി പ്ലസ് ക്യൂ പ്ലസ് ആർ ബൈ 4 ഇതാണ് എച്ച്. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ ഒരു 2 കൂടിയുണ്ട്. അപ്പോൾ ഇത് 1 മൈനസ് 1/4 3/4 ആണ്. അപ്പോൾ 3/8 വരും. 3/8 പി പ്ലസ് ക്യൂ പ്ലസ് ആർ. 3/8 പി പ്ലസ് ക്യൂ പ്ലസ് ആർ ആണ്. ആൽഫ പി പ്ലസ് ബീറ്റ ക്യൂ പ്ലസ് ഗാമ ആർ. അപ്പോൾ ആൽഫ ഈക്വൽ ടു 3/8, ബീറ്റ ഈക്വൽ ടു 3/8, ഗാമ ഈക്വൽ ടു 3/8. ഇനി ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത് ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് 5 ഗാമയാണ്. ആൽഫ 3 ബീറ്റയാണ്, 2 ബീറ്റ 6/8 ആണ്, 5 ഗാമ 15/8 ആണ്.
അപ്പോൾ 24/8 ഈക്വൽ ടു 3 ആണ് ആൻസർ ആയിട്ട് വരിക. 24/8 ഈസ് ഈക്വൽ ടു 3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 1 3 ആണ് ആൻസർ ആയിട്ട് വരിക.